ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. 2026 ധനകാര്യ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം 2019 ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരും. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കളെ അടക്കം എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ധനമന്ത്രിയും പാർട്ടി നേതാവുമായ നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ബേപ്പൂർ മണ്ഡലത്തിൽ ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി UDF-നായി ഇന്ന് കോഴിക്കോട്ട് പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് കോഴിക്കോട് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് വിവിധ മണ്ഡലങ്ങളിൽ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM നേതാക്കളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ പ്രചാരണത്തിൽ സജീവമാകും. 140 മണ്ഡലങ്ങളിലേക്കും അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. സംസ്ഥാനത്താകെ 354 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. 1748 എണ്ണം സ്വീകരിച്ചു. 3 പത്രികകൾ പിൻവലിച്ചു. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നലെയായിരുന്നു സൂക്ഷ്മ പരിശോധന. നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സഞ്ജയ് കുമാർ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി ഓൺലൈനായി യോഗം ചേർന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുവാൻ ആരംഭിച്ച C-വിജിൽ ആപ്പിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് കേരളത്തിലാണെന്ന് പറഞ്ഞ അദ്ദേഹം C-വിജിൽ ആപ്പിന് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച സ്വീകാര്യതയിൽ സന്തോഷം രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധി URL-കൾ ഇതിനകം നീക്കം ചെയ്തതായും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉൾപ്പെട്ട സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ജോലികൾക്കായി നിയമിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. ഈ മാസം 29 വരെയാണ് പരിശീലനം. ഓരോ പരിശീലന കേന്ദ്രത്തിലും ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റിനുള്ള ഫോം 12 പൂരിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടർ ശിവശക്തിവേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരോധിത പ്രിന്റിംഗ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും 1000 കിലോ നിരോധിത പ്രിന്റിംഗ് സാധനങ്ങൾ പിടിച്ചെടുത്തു. QR കോഡ് പതിക്കാത്തതും പോളിസ്റ്റർ മിക്സഡ് തുണിയും ആണ് പിടിച്ചെടുത്തതിൽ കൂടുതലും. തുടർ ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം 25 ദിവസം പിന്നിട്ടു. മേഖലയിൽ ഇസ്രായേലും ഇറാനും വ്യോമാക്രമണം തുടരുകയാണ്. വെടിനിർത്തലിന് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഇറാനിൽ ഉടനീളം 50ഓളം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യവും വ്യോമാക്രമണം നടത്തി. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് പശ്ചിമേഷ്യ മേഖലയിലേക്കും തിരിച്ചും 26 വിമാനങ്ങൾ സർവീസ് നടത്തും. ജിദ്ദയിലേക്കും തിരിച്ചും ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ ഇരു കമ്പനികളും തുടരും. ഇന്ത്യയ്ക്കും ജിദ്ദയ്ക്കുമിടയിൽ 8 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ കലാ, കായിക, ആരോഗ്യ, പ്രവൃത്തി പരിചയ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിതരണത്തിൽ കോഴിക്കോട്ടെ ഒരു സ്കൂളിൽ ആശയക്കുഴപ്പമുണ്ടായ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയെയും ചുമതലപ്പെടുത്തി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.